ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അടികനമുള്ളൊരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 250 ml അളവുള്ള ഒരു കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ മാറിപ്പോവാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടി ചൂടായ ശേഷം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് കടലമാവ്. അതും കൂടെ നമുക്കിതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർക്കാം. വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട ശേഷം കടലമാവിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട ശേഷം വേണം നമുക്കിതുപോലെ ചൂടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതാ പൊടികളെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയ ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഇളം ചൂടുള്ളപ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിവിടെ ഇരിക്കട്ടെ. പൊടികളൊക്കെ ഇവിടെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് തൊടുമ്പോൾ കുറച്ചൊരു ചൂടുണ്ടാവണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ചുക്കിൻ്റെ പൗഡറാണ് കേട്ടോ. ഇതിനെ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് പഞ്ചസാര വെച്ചിട്ടല്ല ഈ ലഡ്ഡു തയ്യാറാക്കിയിട്ടുള്ളത്, ശർക്കര വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം ചുക്ക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു കപ്പ് ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ച ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ടയായിട്ട് അങ്ങനെ തന്നെ കിടക്കും. അത് കാരണം നല്ലപോലെ ഒന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പോ 1.5 കപ്പോ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്തോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഇനി നമുക്കിതിനെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കരയുടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്ന പാകത്തിലാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ നെയ്യിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ലഡ്ഡുവൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവമാവുന്നവരെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അല്പം നെയ്യ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിനെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ച ശേഷം ലഡ്ഡു ഉരുട്ടിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്